6 മണി കഴിഞ്ഞ് 24 മിനിറ്റ്. തറവാട് വ്ലോഗ് പറഞ്ഞിട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനും നേരെ വിളിക്കും മോർണിംഗ് വാക്കിന് പോവല്ല. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഞങ്ങൾ ഇന്നലെ രാത്രി തറവാട്ടിലെത്തി. എങ്ങനെയൊക്കെ ഒന്ന് കേട്ട് നേരം പഠിപ്പിച്ചെടുത്ത്. ഇതാണ് നമ്മൾ ഇന്നത്തെ കഥാനായി. പണ്ടും മാവിനോട്ട് എണീക്കല്ലേ. വർഷങ്ങൾക്ക് ശേഷം മാവ് പിന്നെ കഴിച്ച് അതിന്റെ സന്തോഷത്തിലാണ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും മാങ്ങ എടുക്കുന്ന ഒരു മത്സരം. ഇനി മാങ്ങനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ബാക്കിയുള്ളവർക്ക് ഇതിന് നാട്ടങ്ങാന്ന് പറയുമെങ്കിൽ നമ്മൾ ഇതിന് അരിപ്പൊടിയാങ്ങാന്ന് പറയും. ഇനിയിപ്പോ ടേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ മോന്ത് രസാണോ, പക്ഷെ എമ്മാറിന്റെ പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇപ്പൊ ഇല്ല. അതിൽ കൂടുതൽ ഷിട്ടുനാകത്തെ മാങ്ങ. ഞാനും അമ്മയെ ഷിട്ടും അറിയാം ഐശ്വര്യ. അതിനെടുക്കുമ്പോൾ അമ്മന്റെ ഒരു മാങ്ങ മേറ്റിനെ കണ്ടു. വിലക്കമ്മന്റെ പണ്ടത്തെ മാങ്ങ വെറുക്കുന്ന ടീമിലുള്ളതാണല്ലേ. അങ്ങനെ ഞങ്ങൾ കുറെ നേരത്തെ പ്രയത്നത്തിന് ഞങ്ങൾക്ക് ആകമൊത്തം 8 മാങ്ങ കിട്ടി. 4 വലുതയ്ക്കും 4 ചെത്തും വെക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകമൊത്തം കിട്ടി മാങ്ങയുടെ ഉള്ളിത്തെ കളർ ചെയ്ത്. അതാണ് നമ്മളെ ചോദ്യം. നമ്മളെ കൊപ്രക്കൈതാ പോണി എന്നെ കാണാനേ ഭാഗ്യം. ഒരാളത്ത് കുറെ നേരം മാമ്മയ്ക്ക് നോക്കി നിൽക്കുന്നുണ്ട്. മുപ്പത്തേക്ക് പോരാൻ തോന്നില്ലാന്ന്. എന്തൊക്കെ അയവർക്കുന്നുണ്ട്. ഏതായാലും പൊതുവെ എന്തൊരു സാധനം നമുക്ക് ഇഷ്ടം തോന്നി അമ്മമാർ പറയും ഇഷ്ടമല്ല അത് ഇങ്ങി തിന്നു. ഈ മാങ്ങിന്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാ. കണ്ടിലൊന്നും ചെയ്താലും എന്നെ തന്നെ ഒന്നൊരു കൈ പിടിച്ചെത്തിക്കുന്നത്. പക്ഷെ കിട്ടി വാങ്ങാൻ കൊടുക്കില്ല. നമുക്ക് കിട്ടി അമ്മയും തരൂല. പിന്നെ തറവാട്ട് പോയ ചക്ക അത് നിർബന്ധം. ഉച്ചക്ക് ശേഷം പിന്നെ പെരുമയായിരുന്നു. മഴ പേച്ചോത്താ പിന്നെ മാവിനോട്ട് ഓടണമെന്നാണല്ലോ അതിന്റെ ഒരു കണക്ക്. ഓടിക്കെങ്കിൽ ഞങ്ങളെക്കാളും മുമ്പ് വേറെ ടീം അവിടെ വന്നു പോയിന്ന് മനസ്സിലായി. അതേട്ടാണോ അത്ര വാങ്ങി കിട്ടുന്നത് അതിന്റെ സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങൾ അമ്മയുടെ പേര് നോമ്പിന്റെ അവക്കാട് ജ്യൂസ് കണ്ടല്ലോ. അപ്പൊ ഈ അമ്മയുടെ വീട്ടിൽ നിന്നാണ് ആ അവക്കാടോന്റെ ഉത്ഭവം. കെട്ടിയ സമയത്തിനുള്ളിൽ പറ്റുന്ന അത്രയും പറിച്ച് കൽത്തപ്പത്തിന്റെ കസിനെ എടുത്ത് പിള്ളേരോട് ബൈ ബൈ. അങ്ങനെ തിരിച്ചു വന്ന് മാവിനോട്ടിലെത്തിയപ്പോ പിന്നെ ചുറ്റുന്ന എത്ര ഒരു മാങ്ങ. ഇതൊക്കെ വളർന്ന് മൂത്ത ഭാഗത്ത് വെക്കുന്ന സമയത്ത് ഈ വലിപ്പാണെങ്കിൽ ജനിക്കുന്ന സമയത്ത് എത്ര ആയിരിക്കും ആലോചിക്കും. ഒരു ഒത്തും പിടി കിട്ടുന്നില്ല. അങ്ങനെ ആകെ നഞ്ഞ് തണുത്ത് വരച്ചിരിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള മുരിഞ്ഞ ബീഫും കപ്പയും നൈസ്പത്തിരി കൂട്ടി അങ്ങനെ അടിക്കുക. മോന്ത് രസാണോ. നമ്മളെ മൂവി നൈറ്റ് ആണ്. ദിവനാണ് ഈ ഉസ്താദിന് തർജ്ജമ ചെയ്ത് കൊടുക്കുന്നത്. ഒരു മഹാവൃത്തികെട്ടവനെ കേരളക്കരയിൽ കാണാനൊക്കില്ല. അതിന്റെ പ്രവൃത്തിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. അത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് സൗന്ദര്യമുള്ള സുന്ദരികളെ കയറ്റിയിരിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയെ വകവരുത്തിയിട്ടാ ഞാനിപ്പോൾ മന്ത്രിപദത്തിലെത്തിയത്. എന്റെ മോൻ എന്തൊക്കെ കഴിവുകൾ എങ്ങൾക്ക്. ഒരു കൈവേറി തന്നെ. ഒരു സ്കൂൾ ബസ്സിലെ മക്കളെ മൊത്തം പോകുമ്പോട്ട് കൊണ്ടിട്ട് നമ്മ കണ്ണന്റെ അമ്മയും കാണാം. ഇതൊരു തുടക്കം മാത്രം. കണ്ടോളൂ കാണാൻ പോകുന്ന പൂരം. ഇനി നമുക്ക് രണ്ടുപേർക്ക് ജമീലിനെ കുറിച്ച് പറയാം. ഓളോടുള്ള ബാബ ഗൾഫ് പോകുമ്പോൾ പറഞ്ഞു നീ ചപ്പരം പോയി എനിക്കാണ് നല്ല പ്രസ്സിൽ ഞാൻ ജോലി വാങ്ങി തരാണ്. ബാബ പറഞ്ഞ കേൾക്കാൻ നാട്ടിൽ നിന്നിട്ട് നല്ല 2 ചെറുപ്പക്കാരെ അവൾ കാരണം മരിച്ചു. അതിലൊന്ന് ബന്ധു ഒന്ന് വേണ്ടു. അങ്ങനെ ഉസ്മാനോട് ആന്നും പറഞ്ഞു ജമീൽ എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കും. ഞാൻ നോക്കിയാൽ ബേജാറായിട്ട് കയ്യും കാലം വൃത്തി ഒക്കെ കുത്തു കിട്ടിയെങ്കിലും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. വില്ലമാരും മണ്ണങ്ങളായതുകൊണ്ട് ഓലുണ്ട്. ഇത്ര ആൾക്കാരെ കുടുംബോൾ കാരണം നശിച്ചിട്ടു. ഇനി അവൾ കത്ത് പ്രിയപ്പെട്ട നാട്ടുകാരി ഇത്ര ആൾക്കാരെ കൊന്നു. ഇനി അടുത്ത വല്ല കുറച്ച് ആൾക്കാരും കൂടി കൊല്ലും. എന്ത് വേല ഇതെന്നും. അങ്ങനെ സന്തോഷത്തിൽ ജീവിച്ച് നമ്മൾ അന്നത്തെ ലൈഫിൽ കോഞ്ഞാട്ടെ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഒരു 12:30 വരെ കാത്തുനിന്ന് മാമനെയും കുത്തിപ്പൊക്കി മാങ്ങർക്കും. അത്ര നേരം കൊണ്ട് കുറെ കിട്ടും വിചാരിച്ചു പോയത്. ആകെ ഒന്നേ കിട്ടിയുള്ളൂ. രാവിലെ അമ്മ ചെല്ലു ദിക്കറിന്റെ പ്രക്കത്തോണ്ടാണോ അറിയില്ല അത്രയും കിട്ടി. അപ്പൊ ദിക്കറിനെ റിക്വസ്റ്റ് എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ബൈ.